ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു ചേമ്പ് പറിക്കുന്ന ഒരു വീഡിയോ ആണ് ഇടുന്നത്. ഇന്ന് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ അത്യാവശ്യം കുറച്ച് ചേമ്പ് നട്ടിട്ടുണ്ടായിരുന്നു. 10 മാസമാണ് ചേമ്പ് പറിക്കുന്ന കാലാവധി. നമുക്ക് ഏകദേശമൊക്കെ അത്രയൊക്കെ ആയി. ശരിക്കും കറക്റ്റ് എത്രയാണെന്ന് ഓർക്കണില്ല. എങ്കിലും ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ പറിക്കാനൊരു ത്വര എനിക്ക് വരും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് എന്തായി എന്നറിയാനുള്ളത്. പക്ഷെ നമുക്ക് അങ്ങനെ ഞാൻ നോക്കിയെങ്കിലും അത്യാവശ്യം നമുക്ക് വിളവൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. അതിൽ നിന്ന് കുഴപ്പമില്ലാത്ത വിളവുകൾ കിട്ടി. ഇത്തിരി പറിച്ചെടുക്കാൻ കുറച്ച് അത്യാവശ്യമായി ഇതിലൊക്കെ വെച്ചിട്ട്. എന്തായാലും ഒരു 7-8-10 ആണെങ്കിലും അതിൽ കൂടുതലായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഗ്രോ ബാഗിലും ഇങ്ങനത്തെ ബക്കറ്റുകളിലൊക്കെ വെക്കുമ്പോൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. എന്നാലും നിങ്ങൾ ലാസ്റ്റ് വരെയും കാണുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും നമുക്ക് എന്തോരം കിട്ടിയെന്ന്. അത്യാവശ്യം നമുക്ക് കിട്ടി. പിന്നെ ഇതിനകത്ത് കുറേ ആയി ഇങ്ങനെ ഇരിക്കണം. അപ്പം അതുങ്ങൾക്ക് മണ്ണിൽ വളരുന്നതിനേക്കാളും കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഇതിലിങ്ങനെ വളർത്തുമ്പോൾ. ഒരുപാടുണ്ടാവില്ല. ചെറുചേമ്പിൻ്റെ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഞങ്ങളിതൊക്കെ വെച്ചു. ഞാനിതൊക്കെ കഴിച്ചതിന് ശേഷമുള്ളതാണ് വീഡിയോ അപ്ലോഡ് ആവുന്നത്. നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു. അങ്ങനെ ചൊറിച്ചിലുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു, ചെറുചേമ്പായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. നല്ല ടേസ്റ്റുള്ള ചേമ്പായിരുന്നു. എനിക്ക് പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നന്നായിട്ട് ടൈറ്റായിട്ട് നിൽക്കുമായിരുന്നു. എൻ്റെ യുദ്ധം കഴിഞ്ഞ് ഞാൻ രജീഷേട്ടനോട്ട് കൊടുത്തു. കാരണം എനിക്കത് ആണുങ്ങൾ പറിക്കുന്നത് പോലെ അങ്ങനെ അത്ര ഇതായിട്ട് വലിച്ച് പറിച്ച് പോകുന്നില്ലായിരുന്നു. കല്ല് പിടിച്ചിരിക്കുമായിരുന്നു. ചിലതിലൊന്നും വിത്ത് കുറവായിരുന്നു. പക്ഷേ നമുക്ക് ചില ഗ്രോ ബാഗിൽ നല്ല വിളവുണ്ടായിരുന്നു കേട്ടോ. നമുക്കത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതൊക്കെ ഞങ്ങളിങ്ങനെ പറിച്ച് കൂട്ടിയിട്ടേക്കുന്നതാണ്. അവസാനം ലാസ്റ്റത്തെ ഇതിൽ നമ്മൾ ഫോട്ടോയാണ്, വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇത് പറിച്ചിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫോട്ടോ ആയിട്ട് എടുത്തത് ഞാനത് ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എന്തോരം നമുക്കുണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെയും കാണാൻ ശ്രമിക്കണേ. നമ്മളിങ്ങനെ ഗ്രോ ബാഗ് നമ്മൾ കൃഷി ഇങ്ങനെ ഇടയ്ക്ക് ടെറസിൽ ഭയങ്കരമായിട്ട് കൃഷി ചെയ്യും. അത്യാവശ്യമുണ്ട് നമുക്ക് കൃഷി എനിക്കിഷ്ടമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. രജീഷേണ്ണും ഭയങ്കര കാര്യമാണ്, എന്തിനും കൂടും സഹകരിക്കും. അതുകൊണ്ട് ടെറസിൽ അത്യാവശ്യം നമുക്ക് നമ്മുടേതായ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമുക്ക് കിട്ടാറുണ്ട്. കോവലായിട്ടാണെങ്കിലും ചീരയാണെങ്കിലും ഒക്കെ. ഇപ്പോൾ ചേമ്പ് വിത്ത് കിട്ടി. അങ്ങനെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യം നമുക്ക് വേണ്ട പച്ചക്കറികൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെണ്ടയ്ക്കൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ പച്ചക്കറികൾ കുറവാണ്, മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാമൊക്കെ ഇതായി. എങ്കിലും നമ്മൾക്ക് ഞാൻ അധികം ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുവാണ്, നല്ല വളങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുവാണ്. എനിക്ക് ഇഷ്ടംപോലെ പച്ചക്കറി. പക്ഷേ ഈ ടെറസിൽ ചെയ്യുമ്പോൾ കുറച്ച് പരിമിതികളുണ്ടല്ലോ നമുക്ക്. അത് കൊണ്ടാണ് വളരെ കുറഞ്ഞു പോയത്. എങ്കിലും അത്യാവശ്യം വിളവുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കാണുക. ഞാനിങ്ങനെ ഇതിങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ട് എനിക്കിതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ തോന്നുന്നില്ല. ഞാൻ എടുക്കുന്നതൊക്കെ കുറേ ഡിലീറ്റ് ചെയ്തു. എന്നിട്ടും ഓരോ ഗ്രോ ബാഗ് എടുക്കുമ്പോഴും വീഡിയോസായിട്ട് ഇടുന്നത് എനിക്കതങ്ങനെ അതിൽ നിന്ന് ഓരോന്നിന്നും കിട്ടുന്നത് എല്ലാവരും നമ്മുടെ ഫാമിലീനെ കാണിക്കണമെന്നൊരാഗ്രഹം തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ ഗ്രോ ബാഗിൽ നിന്നും അത് പൊട്ടിക്കുമ്പോഴൊക്കെ ഞാൻ കാണിക്കുന്നത്. നല്ല രസമാണ് അത് പൊട്ടിച്ച് ടിക് 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 എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കും. അതിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോഴും അതിങ്ങനെ കണ്ട് കൂട്ടിയിട്ടിട്ടേക്കണ കാണുമ്പോഴൊക്കെ ഒത്തിരി സന്തോഷമാണ് നമുക്കത്. നമ്മൾ കഷ്ടപ്പെടുന്നതിന് നമുക്കൊരു ചെറിയ രീതിയിലാണെങ്കിലും ഒരു വിളവ് കിട്ടുമ്പോൾ നമുക്കത് വരുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ചെറിയൊരു 2 പച്ചമുളക് കിട്ടിയാലും അത് നമ്മളുണ്ടാക്കിയ ഒരു വളം മാത്രം കൊടുത്ത് വേറെ വിഷങ്ങളൊന്നുമില്ലാതെ കഴിക്കാൻ പറ്റുക, നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് എത്രയും വലുതാണ്. എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കൂട്ടോ, പിള്ളേർക്ക് കൊടുക്കുകയും ചെയ്യും. എൻ്റെ മൂത്താൾക്ക് അത്ര ഇഷ്ടമല്ല, എങ്കിലും നിർബന്ധിച്ച്. കാരണം നമ്മളൊരു വളം മാത്രമല്ലാണ്ട് വേറെ വിഷങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ ഫുഡ് വേസ്റ്റ് ഞാൻ ബിന്നിലാക്കിയിട്ട് അതിൻ്റെ വളവും പിന്നെ നമ്മുടെ ചാണകവും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചെറിയ രീതിയിലുള്ള വളങ്ങൾ മാത്രമേ നമ്മൾ ഇതിൻ്റെ ഇതിനാണെങ്കിൽ നമ്മൾ കരിയിലയും മറ്റുള്ള കാര്യങ്ങൾ ഇട്ടങ്ങ് വെച്ചു എന്നല്ലാണ്ട് എക്സ്ട്രാ വളങ്ങളൊന്നും കൊടുത്തില്ല. ഇടയ്ക്ക് കുറച്ച് ചവറിട്ടിട്ട് മണ്ണിട്ട് കൂട്ടി കൊടുത്തു. അതിൽ കൂടുതലൊന്നും ഞാൻ ഇതിന് കൊടുത്തിട്ടില്ല. പക്ഷേ എങ്കിലും അവർ നമ്മൾക്കത് തിരിച്ചു തന്നത് ഞാൻ വിചാരിച്ചതിലും ഇരട്ടിയാണ് എനിക്ക് കിട്ടിയ വിളവെന്ന് പറയുന്നത്. അതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അത് നമുക്ക് വാക്കുകളിലൂടെ പറഞ്ഞാൽ തീരാവുന്നതിനപ്പുറമാണ് അതിൽ നിന്ന് കിട്ടിയ ഒരു സന്തോഷം. അതാണ് ഓരോന്നും ഞാനിങ്ങനെ പൊട്ടിക്കുമ്പോഴും അതിന് എനിക്ക് കട്ട് ചെയ്ത് കുറേ കട്ട് ചെയ്തു. കാരണം കുറേ ഗ്രോ ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറേ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ടും ഞാനത് ചിലതിലുണ്ടായില്ല കേട്ടോ. ഇതിൽ നിന്ന് പറിക്കണം കണ്ടപ്പം ഞാൻ വിചാരിച്ചു അത്യാവശ്യം. പക്ഷേ ഇത് ഒത്തിരി വൈകിയാണ് ഞാൻ നട്ടത്.
അപ്പോൾ അതുകൊണ്ട് അത് ഒരു ഗ്രോ ബാഗ് പൊട്ടിപ്പോയപ്പോൾ ഞാൻ എടുത്തിലോട്ട് നട്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തുനിന്ന് അത് വലിയ ചേമ്പിൻ്റെ ആയിരുന്നു. അതിൻ്റെ സമയമായിട്ടുണ്ടായില്ല, അത് ഞാൻ പറിച്ചപ്പോഴേ ഓർത്തു. പിന്നെ ആ ബിന്ന് എനിക്ക് വേറെ കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് നടാൻ വേണ്ടിയിട്ട് ആ വലിയ ബിന്ന് എനിക്ക് വേണമായിരുന്നു. അപ്പോൾ ഇത് ചേമ്പൊക്കെ ഞാൻ ചെറിയ ചെറിയ ഇതിലൊക്കെ നട്ടു. അപ്പോൾ ആ ബിന്നിൻ്റെ അത് വേണ്ടത് കൊണ്ടിട്ടാണ് ഞാൻ കൂടുതലത് പറിച്ചെടുത്തത്. അതിൽ നിന്ന് വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ഇതിൽ നിന്ന് അത്യാവശ്യം നല്ലോണം കിട്ടി കേട്ടോ. അത് രേഷയുടെ പൊക്കണാണ്. അത് ഒത്തിരി ആ ഗ്രോ ബാഗേ ദ്രവിച്ചു. എന്നുവെച്ചാൽ അത്രയും നാളായി അത് അവിടെ ഇരിക്കുന്നു. പക്ഷെ അതിൽ നിന്ന് കണ്ടോ നല്ല അത്യാവശ്യം ചെറുചേമ്പായാണ്, പക്ഷെ അതിനകത്ത് നിറയുണ്ട്. ആ മണ്ണിങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ്. രേഷയുടെ ഇങ്ങനെ ഒടിക്കുമ്പോൾ നല്ല രസമൊക്കെ കിട്ടിക്കിട്ടിക്കാന്നും പറഞ്ഞ് പൊട്ടിച്ചെടുക്കും. അത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി, ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒടിപ്പിച്ചില്ല. നമുക്ക് കഴുകിയിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ നിർത്തിയതാണ്. രേഷേണ്ണമൊക്കെ ഭയങ്കര ഇഷ്ടത്തോടുകൂടി ആട്ടോ, പിള്ളേരാണെങ്കിലൊക്കെ വളരെ ഇഷ്ടത്തോടുകൂടി ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീഡിയോസ് കാണാൻ മറക്കരുത്. താങ്ക്